നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സർപ്പബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ക്ലാസ് നടത്തിയത്. തൃപ്രയാർ സീതാശ്രമത്തിന്റെ നേതൃത്വത്തിൽ സീതാരാമ അനുസ്മരണവും ആത്മീയ പ്രഭാഷണവും സംഘടിപ്പിച്ചു. രാധാ നങ്ങ്യാർ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെസ് മാസ്റ്റർമാരായ ദമ്പതികളെ അനുമോദിച്ചു. ലോക ചെസ് ദിനത്തോടനുബന്ധിച്ചായിരുന്നു അനുമോദനം. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സർപ്പബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ക്ലാസ് നടത്തിയത്. പാമ്പിനെയും പാമ്പുകടിയെയും കുറിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥനും സർപ്പ എഡ്യൂക്കേറ്ററുമായ TM മിഥുൻ, സർപ്പ വോളണ്ടിയർ CS ടൈറ്റസ് എന്നിവർ ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് MS അലക്സി, വൈസ് പ്രസിഡന്റ് VH ഹുസൈൻ, പ്രധാനാധ്യാപിക ജില്ലി ജോസ് എന്നിവർ നേതൃത്വം നൽകി. ചുരുണ്ട് കയറാ ചെയ്യാം. ഇങ്ങനെ മുകളിലേക്ക് ചുരുട്ടി കണ്ടില്ലേ, ഇങ്ങനെ രണ്ടും കൂടി പിരിഞ്ഞ് ഇതിന്റെ ഫോട്ടോ കറക്റ്റ് ഫോട്ടോ ഞാൻ കാണിച്ചു. അത് എണജലല്ല, അത് ഫൈറ്റിംഗ് ആണ്. തീർച്ചയായും ഫൈറ്റിംഗ് ആവും, ചിലപ്പോൾ ഇണയ്ക്ക് വേണ്ടിയിട്ടാവും. ഇതിങ്ങനെ തല്ലൂർ കാണുമെന്ന് പെട്ടിട്ട് ഇണചേർന്നോണ്ടിരിക്കുകയാണ്. ഇണചേർന്ന് പക്ഷെ എണജലല്ലാണ്ട് അത് എന്താണത്? ഫൈറ്റിംഗ് ആണ്. ഇവർക്ക് കൈയും കാലൊന്നും ഇല്ലല്ലോ. ഈ തല അടിയെ പോണ ആള് തോൽക്കും. അതിനോട് ചുരുണ്ട് ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? തൃപ്രയാർ സീതാശ്രമത്തിന്റെ നേതൃത്വത്തിൽ സീതാരാമ അനുസ്മരണവും ആത്മീയ പ്രഭാഷണവും സംഘടിപ്പിച്ചു. രാധാ നങ്ങ്യാർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സുമേഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. സീതാശ്രമത്തിന്റെ സ്ഥാപകൻ പരമസാര ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ദിനേശ് രാജ, രവീന്ദ്രൻ ആനേശ്വരം എന്നിവരെ ആദരിച്ചു. പ്രൊഫസർ VS റെജി, ദിനേശ് രാജ, OK പ്രൈസൺ, ജയചന്ദ്രൻ, ശ്രീരഞ്ജിനി എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെസ് മാസ്റ്റർമാരായ ദമ്പതികളെ അനുമോദിച്ചു. ലോക ചെസ് ദിനത്തോടനുബന്ധിച്ചായിരുന്നു അനുമോദനം. ചെസ് മാസ്റ്റർ ദമ്പതികളായ മണികണ്ഠൻ, ബിന്ദു മണികണ്ഠൻ എന്നിവരെ വസതിയിലെത്തിയാണ് അനുമോദിച്ചത്. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആന്റോ തൊറയൻ ലോക ചെസ് ദിനാചരണം ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ ചെസ്സിൽ വിശ്വനാഥനാണിത് എന്ന് തുടങ്ങി വെച്ചത്. ഇന്ന് ഗൂഗേഷ് വരെ എത്തി നിൽക്കുമ്പോൾ ഒരു അന്താരാഷ്ട്ര ചെസ് പരിശീലകനായിട്ടാണ് മണികണ്ഠൻ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ മേഖലയിൽ ഒരു ബുദ്ധി കൊണ്ടുള്ള യുദ്ധമാണ് ഈ സംവിധാനം. നമുക്ക് കണ്ടിട്ട് മണിക്കൂറുകളോളം ഇതിൻ്റെ വേൾഡ് ചെസ്സിൻ്റെ അല്ലെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ അങ്ങനത്തെ മത്സരങ്ങൾ വരുമ്പോൾ നമുക്ക് കണ്ടിട്ടുണ്ട്. മണിക്കൂറുകളോളം, ചിലപ്പോൾ ഒരു ദിവസത്തോളം ഇരുന്നിട്ടൊക്കെയാണ് ആ യുദ്ധം എന്ന് പറയുന്നത്. അതായത് ബുദ്ധി കൊണ്ടുള്ള യുദ്ധമാണ്. അപ്പോൾ അതിൽ വിജയിക്കുക അല്ലെങ്കിൽ അതിൽ നമ്മൾ ഗ്രാൻഡ് മാസ്റ്റർ ആവുമ്പോൾ നമുക്കറിയാം, തമിഴ്നാട്ടുകാരനാണ് ഈ ഗുഗേഷ് എന്ന് പറഞ്ഞ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻ. അപ്പോൾ അതുപോലെ ഓരോ വർഷം പിന്നുമ്പോൾ നമുക്ക് ഇന്ത്യക്കാരൊക്കെ എല്ലാ മേഖലയിലും വെട്ടിത്തിളങ്ങണം, അല്ലെങ്കിൽ ഇന്ത്യക്കാരൊക്കെ എല്ലാ സ്ഥലത്തും ഒന്നാമതെത്തണമെന്ന് വിചാരിക്കുന്ന ആ ഒരു ഇന്ത്യൻ പൗരത്വമുള്ളവരാണ് നമ്മളൊക്കെ തന്നെ. അപ്പോൾ അതിനെ ഏറ്റവും നല്ല അഭിനന്ദന ഹൃദയപൂർവ്വം നേരെയാണ് ഇവരുടെ പ്രവർത്തനം. നമുക്കറിയാം, താനും ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇവിടെ കേരളോത്സവം നടക്കുമ്പോൾ ഇവരാണ് ചെസ്സിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറ്. അതുപോലെ ചുറ്റുവട്ടത്തെ പഞ്ചായത്തുകളിലൊക്കെ നടക്കുമ്പോൾ ഇവർ തന്നെയാണ് ഈ പ്രദേശത്ത് കൈകാര്യം ചെയ്യാറ്. അപ്പോൾ അതിനെ നല്ല രീതിയിൽ ആ മത്സരങ്ങൾ നിയന്ത്രിക്കാനും, മത്സരം നിയന്ത്രിക്കുക മാത്രമല്ല, നമുക്കറിയാം ഒരു പ്രത്യേകിച്ച് പഞ്ചായത്ത് തലം അല്ലെങ്കിൽ ബ്ലോക്ക് തലമൊക്കെ ആകുമ്പോൾ അതിലുണ്ടാവുന്ന പരാതികളും അല്ലെങ്കിൽ പരിഭവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെക്കുറിച്ച് അറിയുന്ന ഒരു വ്യക്തിത്വത്തോടുകൂടിയാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ
കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, പോൾ പുലിക്കോട്ടിൽ, ബെന്നി ആഞ്ഞിലപ്പടി, ജോസഫ് വെള്ളാട്ടുകര, വില്ലി പട്ടത്താനം, രേണുക റിജു, നാരായണൻ എന്നിവർ സംസാരിച്ചു. ചില്ലി ചിക്കനിൽ സോസ് കൂടിയെന്ന് ആരോപിച്ച് ഇതര സംസ്ഥാനക്കാരനായ ഹോട്ടൽ ജീവനക്കാരന് മർദ്ദനമേറ്റ തളിക്കുളം ചിക്ക് സിറ്റി ഹോട്ടൽ ജീവനക്കാരൻ ഷാജഹാൻ വാടനപ്പള്ളി പോലീസിൽ പരാതി നൽകി. തളിക്കുളം സ്വദേശി വിജയൻ എന്നയാളാണ് മർദ്ദിച്ചതെന്ന് പറയുന്നു. മർദ്ദനമേറ്റ അതിഥി തൊഴിലാളി 24 വയസ്സുള്ള ഷാജഹാനെ എങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിന്റെ CCTV ദൃശ്യം ഉൾപ്പെടെ കൈമാറി യുവാവ് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി. സംഭവത്തിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃപ്രയാർ യൂണിറ്റ് പ്രതിഷേധിച്ചു. പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും അല്ലാത്തപക്ഷം സംഘടന ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിഷേധ യോഗത്തിൽ സെക്രട്ടറി അക്ഷയ എസ് കൃഷ്ണ, പ്രസിഡന്റ് RA മുഹമ്മദ് എന്നിവർ വ്യക്തമാക്കി. തളിക്കുളം ഹാഷ്മി നഗറിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് യുവാവ് മരിച്ചു. ഹാഷ്മി നഗർ ഫത്തഹ് പള്ളിക്ക് സമീപം തിരുവാടത്ത് സുരേഷിന്റെ മകൻ 20 വയസ്സുള്ള സാനന്ദാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ബൈക്ക് കാനയിൽ മറിഞ്ഞ് മതിൽ ഇടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാടാനപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. 2014 ചക്കം കണ്ടം കായൽ മലിനമായതിന്റെ ഹൃദയ നൊമ്പരം പങ്കിടുന്ന ഹസ്രചിത്രം ശ്രദ്ധേയമാകുന്നു. ചക്കം കണ്ടെത്തി അന്നത്തെ ജീവിതങ്ങളെ അക്ഷരാർത്ഥത്തിൽ അടയാളപ്പെടുത്തുന്നതാണ് ചിത്രം. ചക്കം കണ്ടെത്തിയ പുഴയെയും അവിടുത്തെ നിവാസികളുടെ ദുരിത ജീവിതത്തെയും പ്രമേയമാക്കിയാണ് തവളയും ചാവും, മീനും ചാവും, ചാച്ചിക്കുട്ടിയും ചാവും എന്ന ചിത്രം. മാലിന്യം മൂലം പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശം ഇല്ലാതാകുമെന്ന ആ മുന്നറിയിപ്പ് കൂടിയാണ് ചിത്രം. ആ കാണുന്നതാണ് കണ്ടൽക്കാട്. കണ്ടില്ലേ? കൊക്കുകൾ വന്നു. കണ്ടില്ലേ? എത്രയോ മനോഹരമായിരുന്ന സ്ഥലമാണെന്നറിയോ? ഈ ആവാസ വ്യവസ്ഥയെയാണ് മലിനീകരണം മൂലം നാം തകർത്തുകൊണ്ടിരിക്കുന്നത്. ശുദ്ധജല സ്രോതസ്സുകളായ നദികൾ, തോടുകൾ ഇവയൊക്കെ മാലിന്യം ഒഴുക്കിവിടാനുള്ള അഴുക്കുചാലുകളാക്കി നാം മാറ്റി. വർഷങ്ങൾ പിന്നിടുമ്പോഴും ഈ ദുരിത ജീവിതവും കാഴ്ചകളും അതുപോലെ തുടരുന്നു എന്നതിൽ ഏറെ ദുഃഖം തോന്നുന്നുവെന്ന് നിർമ്മാണവും രചനയും നിർവഹിച്ച അധ്യാപകനായ റാഫി നീലങ്കാവിൽ പറയുന്നു. പോലെ ഈ ഒരു മാലിന്യം മുഴുവൻ എത്തിച്ചേരുന്നത് എവിടേക്കാണെന്ന് നമ്മുടെ ചേറ്റുവ കായലിൽ നിന്ന് നമ്മുടെ സമുദ്രത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗം മീനുകളും ഉൾപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥ അതോടുകൂടി ഇല്ലാതാവുകയാണ്. മറ്റൊന്ന്, UN-ന്റെ റംസാർ സൈറ്റിൽപ്പെട്ട കോൾനിലത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ചക്കംകണ്ടം കായൽ. അപ്പോൾ കോൾനിലങ്ങളെ കൂടി ബാധിക്കുമ്പോൾ നമുക്കിതിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു മാലിന്യ പ്ലാന്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് എന്ത് ചെയ്യുന്നു എന്നത് നമ്മൾ കണക്കാക്കേണ്ടതാണ്. എവിടെ നിന്നാണ് ഈ മാലിന്യം, ഇത്രയധികം മാലിന്യം വരുന്നത്? അത് ഉറവിടങ്ങളിൽ സംസ്കരിച്ചുകൂടെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടതാണ്. വലപ്പാട് കുരിശുപള്ളിയിൽ കാലനിറങ്ങി. പേടിക്കേണ്ട, റോഡ് തകർന്നിട്ട് കാലങ്ങളേറെയായിട്ടും നന്നാക്കാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് കുഴികളിൽ കാലനുണ്ടെന്ന വിളംബരവുമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വലപ്പാട് കുരിശുപള്ളിയിൽ റോഡ് തകർന്നിട്ട് കാലമേറെയായി. പ്രതിഷേധങ്ങൾ ഒട്ടനവധി നടത്തിയിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് അനക്കമില്ല. ഫലമില്ലാതെ വന്നപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് വ്യത്യസ്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കുരിശുപള്ളിയിലെ കുഴികളിൽ മരണം പതുങ്ങിയിരിപ്പുണ്ട്, നിങ്ങളുടെ സ്വന്തം കാലൻ എന്നെഴുതിയ ഫ്ലക്സുമായാണ് യൂത്ത് കോൺഗ്രസ് വേറിട്ട സമരം നടത്തിയത്. കാലന്റെ പ്രതീകാത്മക വേഷവും കുഴികളിൽ അപകടമുണ്ടെന്നറിയിക്കാൻ വിളംബരമായി ചെണ്ടകൊട്ടും ഒരുക്കിയിരുന്നു. പ്രതിഷേധം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് യദു കൃഷ്ണൻ അന്തിക്കാട് അധ്യക്ഷത വഹിച്ചു. സന്തോഷ് മാസ്റ്റർ, അശ്വിൻ ആലപ്പുഴ, റാനീഷ് നാട്ടിക, യദു കൃഷ്ണ ആലപ്പാട്, സന്ദീപ് ആലപ്പാട്, സജിത്രൻ തയ്യിൽ, നൌഷാദ് ഇബ്രാഹിം, ഡേവിസ് വാഴപ്പിള്ളി, AS ശ്രീജിൽ, അഭിലാഷ് തേവറക്കാട്ടിൽ, ശ്യാം ചന്ദ്രൻ,
MA സലീം എന്നിവർ സംസാരിച്ചു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയുടെ ഭാഗമായി ചാമക്കാലയിൽ ലൈവ് മത്സ്യവിപണന കേന്ദ്രം തുറന്നു. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അവർക്കൊക്കെ ഗ്രേഡ് മത്സ്യങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് അതിന് വിപണി കണ്ടെത്താൻ കഴിയാത്ത പ്രയാസങ്ങളും നേരിടുന്നുണ്ട്. കൂടുതൽ മത്സ്യങ്ങൾ ലഭിച്ചിട്ടല്ല എങ്കിൽ പോലും ഒരു വിപണി കണ്ടെത്തണം. ആ വിപണിയിൽ കൊണ്ടുവന്നാൽ പിന്നെ അവർക്ക് അലച്ചിലില്ലാതെ കൊടുത്ത് പൈസ മേടിച്ച് പോകും. ഒരു ന്യായവില കിട്ടുന്ന സ്ഥിതി ഉണ്ടായാൽ അത് മേടിച്ച് പോവാം. അല്ലെങ്കിൽ ഇത് വിൽക്കാനായിട്ട് ഇങ്ങനെ വഴി നിങ്ങളെ കൊണ്ടു നടന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടി മേടിക്കണം. ഇതൊന്നുമില്ല. അവർക്ക് ഇപ്പോൾ ഇനി മുതൽ ഇവിടെ കൊണ്ടുവന്നാൽ അത് അതിൻ്റെ തൂക്കം നോക്കി അതിനുള്ള റേറ്റ് നിശ്ചയിച്ച് അവർക്ക് മേടിച്ച് അവർക്ക് പോകാൻ കഴിയും. അത് വലിയൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നാട്ടിൽ മത്സ്യം ആവശ്യമുള്ളവർക്ക് ലൈവായിട്ട് മത്സ്യം ലഭിക്കുന്ന ഒരു സംവിധാനവും ഇവിടെ ഉണ്ടാവും. മത്സ്യവിപണനം നടത്തുന്നവർക്കും മത്സ്യകർഷകർക്കും കൈത്താങ്ങാകാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പും കേന്ദ്ര സർക്കാരും സംയുക്തമായി നടത്തുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ചാമക്കാല സെന്ററിൽ പുതിയ ലൈവ് ഫിഷ് വിപണന സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. ഷാഹിൻ കുന്നുങ്ങലിന്റെ ഉടമസ്ഥതയിലാണ് കേന്ദ്രം ആരംഭിച്ചത്. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ് പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് മെമ്പർ സിനിത വത്സൻ, കയ്പമംഗലം ചാവള്ളിപ്പുറം മുൻ സംഘം പ്രസിഡന്റ് MK സുരേഷ് എന്നിവർ സംസാരിച്ചു. ലൈവ് ഫിഷ് വിപണന കേന്ദ്രത്തിലൂടെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ ഗുണഭോക്താക്കളായ കർഷകരിൽ നിന്നും മായം ചേർക്കാത്തതും ഐസിലാത്തതുമായ ജീവനോടുകൂടിയുള്ള മത്സ്യം സമാഹരിച്ച് പൊതുജനങ്ങളിലേക്ക് സുതാര്യമായ വിലയിൽ ജീവനോടുകൂടി തന്നെ എത്തിക്കാനും ഇതുവഴി മത്സ്യകർഷകർക്ക് സ്ഥിര വരുമാനത്തിന്റെ ലഭ്യതയുമാണ് ലക്ഷ്യം വെക്കുന്നത്. പദ്ധതിയുടെ ആകെ ചെലവ് 20 ലക്ഷം രൂപയാണ്. ഇതിൽ 40% സബ്സിഡി തുക. വരാൽ, പിലോപ്പിയ, വാള, അനാബസ്, കാർപ്പ്, കരിമീൻ, കാളാഞ്ചി, ചെമ്പല്ലി, ചെമ്മീൻ, കല്ലുമക്കായ, കക്ക എന്നീ മത്സ്യങ്ങളാണ് വിപണനത്തിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. മത്സ്യവിപണനത്തിനായി ശീതീകരിച്ച യന്ത്രങ്ങളും യാനങ്ങളും പദ്ധതിയുടെ ഭാഗമാണ്. ഫ്രഷ് മത്സ്യ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഈ സ്ഥാപനം വഴി നൽകുന്നുണ്ട്. CPI കയ്പമംഗലം മണ്ഡലം സംഘടന ക്യാമ്പ് നടന്നു. ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. നേരിട്ടവരും നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരുമാണ്. ആ നിലയ്ക്ക് തെരഞ്ഞെടുപ്പിന്റെ അടവും തന്ത്രവും എല്ലാം തന്നെ നല്ലവണ്ണം അറിയുന്ന സഖാക്കളോട് പ്രത്യേകമായി ഒരു ക്യാമ്പ് നടത്തി എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വന്നേക്കാം. എന്നാൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പുതിയ പുതിയ രൂപത്തിൽ പ്രചരണ മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ തെരഞ്ഞെടുപ്പിൽ നേരിട്ടതുപോലെ നാളെ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനാനുഭവം പരിശോധിച്ചു. പരാജയങ്ങളുണ്ടെങ്കിൽ അതിന്റെ പാഠവും വിജയങ്ങളുണ്ടെങ്കിൽ അതിന്റെ അനുഭവവും ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമാണോ മുഖ്യം അതോ പ്രവർത്തനമാണോ മുഖ്യം എന്നുള്ളത് സ്വാഭാവികമായും ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്. രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനമാണ് മുഖ്യം എന്ന് എനിക്കതിൽ പറയാൻ കഴിയും. SN പുരം പോള ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് AD സുദർശനൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. TK സുധീഷ്, KS ജയ എന്നിവർ സംസാരിച്ചു. വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നടന്ന പൊതുചർച്ചയിൽ വിവിധ ലോക്കൽ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച CN സതീഷ് കുമാർ, ഷാഹിദ് അബ്ദുള്ള, ER ജോഷി, സായിദ മുത്തുക്കോയ തങ്ങൾ, PA താജുദ്ദീൻ, അബ്ദുൽ സമദ, KM അനോഖ് എന്നിവർ പങ്കെടുത്തു. അഡാപ്റ്റ് സൊസൈറ്റി പ്രസിഡന്റ് AV സണ്ണിയുടെ പിതാവ് വെങ്കിണിശ്ശേരി ആര്യമ്പൂർ വറീദ് നിര്യാതനായി. 100 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9285 രൂപ, പവന് 74,280 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി.
ഫോൺ 9539080053. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സർപ്പബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ക്ലാസ് നടത്തിയത്. തൃപ്രയാർ സീതാശ്രമത്തിന്റെ നേതൃത്വത്തിൽ സീതാരാമ അനുസ്മരണവും ആത്മീയ പ്രഭാഷണവും സംഘടിപ്പിച്ചു. രാധാ നങ്ങ്യാർ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെസ് മാസ്റ്റർമാരായ ദമ്പതികളെ അനുമോദിച്ചു. ലോക ചെസ് ദിനത്തോടനുബന്ധിച്ചായിരുന്നു അനുമോദനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.